നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലായ മുല്ലാസ് കുസീനയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നുറുക്ക് ഗോതമ്പും ചെറുപയറും വെച്ച് വളരെ ഈസിയായി നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ് നുറുക്ക് ഗോതമ്പ്. അത് വെച്ച് എല്ലാവരും ഉപ്പുമാവ് ഉണ്ടാക്കുന്ന കാര്യം മാത്രമേ പറയാറുള്ളൂ. അതുമാത്രമല്ല, ഇതുപോലെ രുചികരമായ കഞ്ഞിയും നമുക്ക് വീടുകളിൽ വളരെ എളുപ്പം തയ്യാറാക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കുന്നതിലേക്കായി ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് നുറുക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് വലിയ കപ്പാണ്. അതോടൊപ്പം തന്നെ ചെറിയ കപ്പിന് 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ തിരുമിയതെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഈ ഗോതമ്പ് കഞ്ഞിയുടെ പ്രിപ്പറേഷനിലേക്കായി ആദ്യമായി നമുക്ക് ഈ ഗോതമ്പും പയറും നന്നായി കഴുകി ഒരു അരമണിക്കൂറെങ്കിലും മിനിമം കുതിർത്ത് വയ്ക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ അല്പം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. ഞാനിവിടെ നമ്മുടെ ചെറുപയറും ഗോതമ്പ് നുറുക്കും നന്നായി കഴുകിയതിന് ശേഷം കുതിരുവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും കുതിരുവാൻ വേണ്ടി അനുവദിക്കുക. കഴുകിയതിന് ശേഷം മാത്രം ഇത് കുതിർക്കുവാൻ വയ്ക്കുക. നമുക്ക് അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ കുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഈ വെള്ളം കളയേണ്ടുന്ന ആവശ്യം വരുന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്കും പയറും കുതിർക്കാനിട്ടിട്ട് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി ഏകദേശം ഒരു 2 വിസിൽ ടൈം നമുക്കിത് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിൻ്റെ വിസിൽ ഓരോരുത്തരും അവരവരുടെ പ്രഷർ കുക്കറിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്തായാലും നമുക്കിനി ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് വേവിക്കാൻ വെക്കാം. നമ്മുടെ ചെറുപയറും ഗോതമ്പ് നുറുക്കും വേവുന്നതിന് വേണ്ടി ഞാൻ പ്രഷർ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ നല്ലതുപോലെ അരച്ചെടുക്കേണ്ടതുണ്ട്. നമുക്കിനി അതിലേക്ക് കടക്കാം. ഇവിടെ തേങ്ങ ഞാൻ ഈ ഒരു പരുവത്തിന് അരച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചെറുപയറും ഗോതമ്പ് നുറുക്കും നന്നായി വെന്തതിന് ശേഷം ഉപയോഗിക്കുന്നതിന് അല്പം മുമ്പ് ഈ തേങ്ങ അരച്ചതും കൂടെ അതിൽ ചേർത്ത് ഒന്ന് നല്ലതുപോലെ ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒന്നും കൂടി ചൂടാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്കും ചെറുപയറും വെച്ചുള്ള കഞ്ഞി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരുന്നതാണ്. അതുവരെയും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.